കൊല്ലം കോർപ്പറേഷനിലെ ആദ്യഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 13 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് VD സതീശൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം അത് കുറെ വൈറലാവുകയും കുറെ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തതാണ്. അവിടുത്തെ അഴിമതിയും ഒപ്പം തന്നെ കെടുകാര്യസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ പ്രസംഗം ഉൾപ്പെടെ നിലവിൽ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം? കൊല്ലം കോർപ്പറേഷനെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്ന് 13 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരു വലിയ ഒന്നാമത്തെ നീക്കമാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു പാർട്ടികളും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിൽ 13 സ്ഥാനാർത്ഥികളുടെ പേരാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. 2000-ലാണ് ആദ്യമായി ഇവിടെ കോർപ്പറേഷനിലേക്ക് നഗരസഭ മാറുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു തവണ പോലും ജയിക്കാൻ കോൺഗ്രസിന് ഭരണം പിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല, അല്ലെങ്കിൽ UDF-നായിട്ടില്ല. കഴിഞ്ഞ തവണ 10 സീറ്റുകളാണ് UDF ഉണ്ടായിരുന്നത്. അതിൽ 6 സീറ്റ് കോൺഗ്രസിനും അതുപോലെ തന്നെ 4 സീറ്റ് RSPക്കുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള ആൾക്കാരടക്കമുള്ള VS ശിവകുമാർ അടക്കമുള്ള ആൾക്കാരെത്തിയാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിനായാലും ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത്. ഗ്രൂപ്പിസമുണ്ട്, വിഷയങ്ങളുണ്ട്, മറ്റ് തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കോൺഗ്രസിനായിരിക്കുന്നു. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊല്ലത്തും കോൺഗ്രസ് ഒരുപടി മുൻപേ തന്നെ കാര്യങ്ങൾ നടത്തുകയാണ്. കോർപ്പറേഷനിലേക്കുള്ള 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലായിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കങ്ങളാണ് മുൻപേ തന്നെ ഈ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.